മധുര തിരുപ്പരംകുണ്ട്രം ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കൽ തടഞ്ഞ സംഭവത്തിൽ DMK സർക്കാരിനെതിരെ കെ അണ്ണാമലൈ. തിരുപ്പരംകുണ്ട്രം കുന്ന് തീവ്ര മുസ്ലിം ഗ്രൂപ്പിന് നൽകിയെന്നും മുസ്ലിങ്ങൾക്കായി തിരുപ്പരംകുണ്ട്രം കുന്ന് സിക്കന്ദർ കുന്ന് എന്ന് പുനർനാമകരണം ചെയ്തുവെന്നും അണ്ണാമലൈ പറഞ്ഞു. ന്യൂനപക്ഷ രാഷ്ട്രീയം പയറ്റി നിയമലംഘനങ്ങൾക്ക് മുഖ്യമന്ത്രി കുടപിടിക്കുന്നുവെന്നും അണ്ണാമലൈ കുറ്റപ്പെടുത്തി. ആദ്യം അണ്ണാമലയുടെ വാക്കുകൾ കേൾക്കാം. Last 1 year, if you look at the DMK government's record, they allowed a fringe Muslim group to rename the hill as Sikandar Hill. They were waiting and watching. They allowed fringe Muslim Islamic group to take boats and heads to the top of that hill, cut it there. They allowed it. They allowed a sitting MP from Ramanathapuram to go to that hilltop temple and eat chicken biryani. So whatever insult they were doing it, DMK government was enjoying it because it was benefiting them politically. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, യഥാർത്ഥത്തിൽ ഒരു ഹിന്ദുക്കൾക്കുള്ള ഒരു വേക്കപ്പ് കോൾ തന്നെയാണ് ഈ തിരുപ്പരംകുണ്ട്രം വിഷയമെന്ന് പറയുന്നത്. ഡിസംബർ 1 മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ നിരീക്ഷണം നടത്തുകയും ഇത് ഹൈന്ദവ ആരാധനാ കേന്ദ്രമാണ്, അവിടെ കാർത്തിക ദീപം തെളിയിക്കാൻ ഹിന്ദുക്കൾക്ക് അവകാശമുണ്ട് എന്നുള്ള ആ അവകാശം വളരെ കൃത്യമായി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്നു. പക്ഷേ DMK സർക്കാർ അവിടെ എത്തിയ ഭക്തരെ തടഞ്ഞു നിർത്തുകയും ലാത്തിചാർജ് അടക്കമുള്ള ക്രൂര നടപടികൾക്ക് ഭക്തരെ വിധേയരാക്കുകയും ചെയ്യുകയാണ്. ആ കുന്ന് തന്നെ സിക്കന്ദർ കുന്ന് എന്ന പേര് മാറ്റിക്കൊണ്ട് പൂർണ്ണമായും ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലേക്ക് ഈ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം എത്തിച്ചു കൊടുക്കാനുള്ള നീക്കം നടക്കുകയാണ്. ഇത് തമിഴ്നാട്ടിലെ സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ, സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ DMK നടത്തുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായല്ലേ കാണേണ്ടത്? നീലിമ, മുരുകൻ എന്നുള്ള ദൈവിക സങ്കല്പത്തോട് തമിഴ് ജനതയ്ക്കുള്ള വൈകാരികമായ അടുപ്പം അത് വളരെ പ്രസിദ്ധമാണ്. മറ്റ് ലോകത്തെങ്ങും തന്നെ ഈ തമിഴ് ജനതയുള്ളിടത്തെല്ലാം തന്നെ മുരുകക്ഷേത്രങ്ങൾ പണിയുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം തമിഴ്നാട്ടിലുള്ള മുരുകക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് 6 കുന്നുകളിൽ നിൽക്കുന്ന ക്ഷേത്രങ്ങൾ, 6 കുന്നുകൾ സ്ഥാപിച്ചിട്ടുള്ള 6 ക്ഷേത്രങ്ങളാണ് ഏറ്റവും പ്രധാനം. അതിലൊന്ന് പളനിമലയാണ്, മറ്റൊന്ന് മധുര ജില്ലയിലെ തിരുപ്പരംകുണ്ട്രം ക്ഷേത്രമാണ്. ഈ തിരുപ്പരംകുണ്ട്രം ക്ഷേത്രം അത് നൂറ്റാണ്ടുകളായി പാരമ്പര്യമായി തമിഴ് ജനത അവിടുത്തെ മുരുക സങ്കല്പത്തെ ആരാധിച്ചു വരുന്നു. ഇതുമായി ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുപ്പരംകുണ്ട്രം എന്നുള്ളത്. ആ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുന്നും അത് പൂർണ്ണമായും തീവ്ര ഇസ്ലാമിസ്റ്റുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണ് DMK സർക്കാർ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും BJP ആരോപിക്കുന്നത്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ അണ്ണാമലൈ അതുതന്നെയാണ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ഒരു വർഷമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ DMK നടത്തുന്നു. രാമനാഥപുരം MP ഇതുമായി ബന്ധപ്പെട്ട് കാർമ്മികത്വം ഏറ്റെടുത്ത് അദ്ദേഹം ഈ തിരുപ്പരംകുണ്ട്രം കുന്നിലേക്ക് പോയിട്ട് അതിനെ പുനർനാമീകരണം ചെയ്തത് സിക്കന്ദർ കുന്നെന്നാണ്. പൂർണ്ണമായും ഈ കുന്ന്, ഈ ക്ഷേത്രം തീവ്ര ഇസ്ലാമിസ്റ്റുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് DMKയുടെ ഭാഗത്തു നിന്നും നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ BJP ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് BJP അടക്കമുള്ള സംഘടനകൾ. ഹൈന്ദവ സംഘടനകളും പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാജ്യതലസ്ഥാനത്തും ഇപ്പോൾ അലതല്ലുകയാണ്. പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം DMK തന്നെ ഈ വിഷയം ആരോപിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു നിലപാട് മുരുകൻ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അതിൽ വ്യക്തമാക്കുന്നത് ജനങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് DMK സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ്. DMK സർക്കാർ രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭേച്ഛയോടുകൂടിയാണ് ഇത്തരമൊരു പ്രവൃത്തി നടത്തുന്നത്. ന്യൂനപക്ഷ വോട്ട് മാത്രമാണ് DMK സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിനായി ഭൂരിപക്ഷ വിഭാഗത്തെ കൃത്യമായി തന്നെ ഒരു വിഭാഗത്തിലേക്ക് കോർണറൈസ് ചെയ്യുകയാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലും ഈ ഒരു വിഷയം പരാമർശിക്കപ്പെടുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് കേസ് പരിഗണിക്കണമെന്നുള്ളതാണ് അപ്പീൽ നൽകിയ, അതായത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ അപ്പീൽ നൽകിയ തമിഴ്നാട് സർക്കാരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉള്ള അഭിഭാഷകൻ ശക്തമായി ഒരു വിഷയത്തെ എതിർത്തു. രാഷ്ട്രീയ നാടകമാണ് DMK സർക്കാർ പയറ്റുന്നത്, അത് രാഷ്ട്രീയ നാടകമാണ്
പ്രവർത്തനമാണ് ഈ തിരുപ്പുറം കുണ്ട്രത്ത് നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും കേസ് പിന്നീട് പരിഗണിക്കുവാൻ വേണ്ടി കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും DMK സർക്കാർ പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് സനാതനധർമ്മത്തെ ഏത് രീതിയിൽ ഇല്ലായ്മ ചെയ്യണം, സനാതനധർമ്മത്തെ എങ്ങനെയാണ് DMK സർക്കാരും DMKയും ഒക്കെ തന്നെ നോക്കിക്കാണുന്നത്, ഹൈന്ദവ സംസ്കാരത്തോട് ഏത് രീതിയിലാണ് നീതി പുലർത്തുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ ഉദയനിധി സ്റ്റാലിൻ വ്യക്തമാക്കിയതാണ്. വൈറസുകളോടാണ് സനാതനധർമ്മത്തെ ഉപമിച്ചത്. മറ്റ് അനേകം DMK നേതാക്കളും സമാനമായ രീതിയിലുള്ള നിലപാടുകൾ പുലർത്തിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും തീവ്ര ഇസ്ലാമിസ്റ്റിക് ഗ്രൂപ്പുകളെയും ഒപ്പം തന്നെ ഈ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരെയും ഒക്കെ തന്നെ അവരുടെ പ്രീതി കൈപ്പറ്റുവാൻ വേണ്ടിയും അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് നേടുവാൻ വേണ്ടിയുമുള്ള രാഷ്ട്രീയ നീക്കമാണ് ഈ തിരുപ്പുറം കുണ്ട്രം കുന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് നൽകിക്കൊണ്ട് DMK സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് DMK സർക്കാർ ഈ വിഷയത്തിലടക്കം ഇടപെടുന്നത്. നന്ദനാണ് ആ വാർത്തയുടെ ഏറ്റവും വിശദമായൊരു റിപ്പോർട്ട് പങ്കുവച്ചത്.